CJPക്കെതിരെ BJP ഇറക്കിയിട്ടുള്ള സകല കള്ളങ്ങളും പൊളിയുന്ന ഒരവസ്ഥ കേട്ടോ. അതായത് ഇന്നലെ മുതൽ നമ്മൾ കാണുന്നുണ്ട് CJPയിലുള്ളത് 49% മേലെ പാകിസ്ഥാനികളും പിന്നെ ബംഗ്ലാദേശികളും പിന്നെ ബാക്കിയുള്ള രാജ്യങ്ങളും ഇന്ത്യയിലുള്ള ആളുകൾ വെറും 9% പറഞ്ഞിട്ടുള്ള പ്രൊപ്പഗണ്ട പോസ്റ്റേഴ്സ് ആയിരുന്നു ഇന്നലെ BJP ഹാൻഡിലുകളും സകല സംഘപരിവാണങ്ങളും വിട്ടുകൊണ്ടിരുന്നത്. ഈ ഒരു പോസ്റ്റർ ആയിരുന്നു അത്. 49%. അത് കഴിഞ്ഞ് USA 14%. കാരണം USA ഡീപ് സ്റ്റേറ്റ് ആണല്ലോ ഇന്ത്യയിൽ തകർക്കാൻ നിൽക്കുന്നത് രാഹുൽ ഗാന്ധിന്റെ കൂടെ കൂടിയിട്ട്. ബംഗ്ലാദേശിൽ 14%, പിന്നെ 9% ഇന്ത്യയിൽ, പിന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അജണ്ടയാണ്, പാകിസ്ഥാനികൾ ചെയ്യുന്നതാണ്, ബംഗ്ലാദേശികൾ ചെയ്യുന്നതാണ്, USA ഡീപ് സ്റ്റേറ്റിന്റെ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വലിയ ഇത് ഷെയർ ചെയ്ത് ആരൊക്കെയെന്നല്ലോ BJPയുടെ വലിയ നേതാക്കളൊക്കെ തന്നെ ഷെയർ ചെയ്തത്. അപ്പം തന്നെ ഇതൊരു പക്ക അജണ്ട എന്നുള്ള വ്യക്തമായിരുന്നു. ഇന്ന് അഭിജിത്ത് പുറത്തോട്ട് വന്നിട്ട്, അതായത് CJPയുടെ സ്ഥാപകൻ ഇന്ന് പുറത്തോട്ട് വന്നിട്ട് സ്വന്തം ഇൻസ്റ്റാഗ്രാമിൻ്റെ കൺട്രി വൈസ് ഡീറ്റെയിൽസ് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അതായത് പച്ചക്കളവ് പറഞ്ഞ് നടക്കുന്ന BJPക്കാരുടെ അണ്ണാക്കിൽ ഒരു ഇടി വെച്ച് കൊടുത്ത പോലെ അതിൻ്റെ യഥാർത്ഥ സത്യം ഇപ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ഇതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്യാം. എന്തുകൊണ്ട് CJP ആൻറ്റി നാഷണൽ ആവുന്നു എന്നുള്ളതും എന്തുകൊണ്ടാണ് ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഭീഷണി വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വാർത്തയിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇത് ചെയ്യുന്നതിന് എനിക്കിട്ട് പണി തരുമെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഇത്തരം വീഡിയോക്ക് മാക്സിമം നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുകളും മാക്സിമം നമ്മുടെ സബ്സ്ക്രിപ്ഷനും ഒക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഇതെല്ലാം നമുക്ക് വീഡിയോയിലോട്ട് വരാം. 5 ദിവസം കൊണ്ട് ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന CJPനെ ഒരു രീതിയിലും പിടിച്ചു കെട്ടാൻ പറ്റുന്നില്ല. അത് ഏറ്റവും കൂടുതൽ പാർട്ടികൾ ഇപ്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ പറഞ്ഞ BJP ചാണകങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത്. BJP ചാണകങ്ങൾ തിരിഞ്ഞും മറഞ്ഞും സകല വീഡിയോസിൻ്റെയും സകല പോസ്റ്റിൻ്റെയും താഴത്ത് വന്നിട്ട് ഒരു ഫേക്ക് പ്രൊപ്പഗണ്ട പോസ്റ്റർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പാകിസ്ഥാനികളാണ്, പാകിസ്ഥാൻ ചെയ്തതെന്നും പറഞ്ഞിട്ടുള്ള ഒരു വലിയ കളവ്. BJP എന്നും ജനങ്ങളെ പറ്റിക്കുന്ന പോലെ വലിയൊരു കളവ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സകല സംഖ്യകളും കൂട്ടത്തോടെ ഹിറ്റടിച്ചിട്ടും പാറ്റ ചാവുന്നില്ല. ഇപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഹിറ്റടിച്ചാൽ പാറ്റ ചാവാറില്ല, പാറ്റ കൂടുതൽ സ്ട്രോങ് ആയിട്ട് വരാറുള്ളത്. ഇതിപ്പോൾ അതുപോലത്തെ ഒരു പാറ്റയായി പോയല്ലോ അല്ലെങ്കിൽ കൂറയായി പോയല്ലോ എന്ന് ചിന്തിക്കാം. അപ്പോൾ BJP ഇന്നലെ പുറത്തോട്ട് വിട്ടിട്ടുള്ളത് ഇതായിരുന്നു അല്ലേ. അതായത് ഇങ്ങനെ ഒരു സംഭവമായിരുന്നു. ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിൻ്റെ കൺട്രി വൈസ് ലിസ്റ്റ്. അതിൽ പാകിസ്ഥാൻ 49%, USA 14%, ബംഗ്ലാദേശ് 14%, ഇന്ത്യ വെറും 9% മാത്രം രാജ്യദ്രോഹികൾ മാത്രമേ അതിലുള്ളൂ. ബാക്കി UK, ഓസ്ട്രേലിയ, സൗദി, UAE അങ്ങനെ കിടക്കുന്നു ബാക്കി. അപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾ കണ്ടോ ഇതൊക്കെ പാകിസ്ഥാൻ്റെ പരിപാടികളാണ്. അപ്പോഴേക്കും അഭിജിത്തിൻ്റെ എക്സ് അക്കൗണ്ട് അല്ല, അഭിജിത്തിൻ്റെ അല്ല, ഈ CJPയുടെ എക്സ് അക്കൗണ്ട് ഹാക്ക് ചെയ്യല്ല, ബാൻ ചെയ്യപ്പെടുന്നു. കാരണം ഇന്ത്യൻ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. CJP എന്ന് പറയുന്നത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആർട്ടിക്കിൾ 69 അല്ലേ, 69 വെച്ചിട്ട് ഇന്ത്യയുടെ നിയമ പരിരക്ഷ വെച്ചിട്ട് അത് ബാൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് അടുത്തത് അവർ ഇയാളുടെ പേഴ്സണൽ അക്കൗണ്ട് ബാൻ ചെയ്യും. അത് കഴിയുമ്പം അയാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ബാൻ ചെയ്യും. ഇതൊക്കെ ആയിരുന്നു പരിപാടി. പക്ഷേ ഈ ഒരു സംഭവം പുറത്തോട്ട് വന്നിട്ട് ഇന്ന് രാവിലെ തന്നെ പുള്ളി അത് വ്യക്തമായിട്ട് അതിനുള്ള മറുപടി ഇങ്ങോട്ട് കൊടുത്തു. ആദ്യമായിട്ട്, അതായത് ഇപ്പം ഇന്നലെ നമ്മൾ നോക്കുമ്പോൾ എത്രയായിരുന്നു, 8 മില്യണോ 10 മില്യണോ ഒക്കെ അല്ലേ. ആ 10 മില്യണൊക്കെ അവിടെ നിൽക്കട്ടെ, 20 മില്യൺ 2 കോടി ആളുകൾ ഓൾറെഡി ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തു. പിന്നെ ബാൻ ചെയ്തവർ വീണ്ടും CJP ഈസ് ബാക്ക് എന്നും പറഞ്ഞ് രണ്ടാമത് തുടങ്ങിയിട്ട് എക്സ് അക്കൗണ്ടിൽ ഇപ്പം തന്നെ ആയി ഏകദേശം 1 കോടിയുടെ മേലെ ആളുകൾ വീണ്ടും അത് ഫോളോ ചെയ്ത് പുറത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആളുകൾ വെറുതെ ഇരിക്കുന്നില്ല, ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. മോദി പാറ്റനെ കണ്ട് മോദി പേടിച്ചിരിക്കുകയാണ്. വെറും പാറ്റല്ല, വല്ലാത്തൊരു പാറ്റയാണ്. അങ്ങനെ അഭിജിത്ത് പുറത്തോട്ട് വിട്ടിട്ടുള്ള യഥാർത്ഥ കൺട്രി വൈസ് ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോയിൽ. ഇതാണ് അതിൻ്റെ ഒറിജിനൽ കൺട്രി വൈസ് ഇൻസൈറ്റ്. അതായത് നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ നിന്നും 94.7%, അതായത് 95%, അതിലുള്ള 95% ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന അക്കൗണ്ടുകളാണ്, ഇന്ത്യക്കാരായിട്ടുള്ള അക്കൗണ്ടുകളാണ്. അപ്പോൾ ഇന്ത്യയിലെ ജെൻസിയുടെ 95% ആളുകൾ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് വ്യക്തമായി കണ്ടല്ലോ. അവിടെ പാകിസ്ഥാനില്ലല്ലോ, ബംഗ്ലാദേശില്ലല്ലോ, അമേരിക്കയിലല്ലോ, ഒന്നുമില്ല. പിന്നെ വരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്, വെറും 1% മാത്രം. ഇനി അവിടെയുള്ള വിവരമുള്ള ജൻസികൾ അതിനെ സപ്പോർട്ട് ചെയ്ത് വന്നത്. പിന്നെ യുണൈറ്റഡ് കിങ്ഡം 0.7%, എണ്ണം പോലും ഇല്ല. കാനഡ 6%, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് 6.6%. അപ്പം ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ഈ പറഞ്ഞ 95% ആളുകളും CJPക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ പൊളിയുന്നു ആദ്യത്തെ പ്രൊപ്പഗണ്ട പോസ്റ്റർ. ഇനി ഏതെങ്കിലും സംഖ്യക്ക് വല്ലതും പറയണ്ടോ? സംഖ്യകൾ ഓടി വരൂ, ചാടി വരൂ, സംഖ്യകളെ വരൂ, എല്ലാവരും വാ. എന്നിട്ട് താഴത്ത് കമൻ്റ് ഇട്. ഇനി വേറെ വല്ല പുതിയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇത് മുഞ്ചി തെറ്റിയിട്ടുണ്ടെന്നുള്ളത് കണ്ടല്ലോ, മനസ്സിലായി. അപ്പം ഇതാണ് പരിപാടി. അപ്പം ഇതൊരു ചെറിയൊരു മൂവ്മെൻ്റ് ആണോ വെച്ചാൽ അല്ല. ഇത് നിങ്ങളെന്തിനാ കണ്ണടച്ച് വിശ്വസിക്കുന്നത്? ഇത് പണ്ടത്തെ പോലെ ആം ആദ്മി പോലത്തെ അണ്ണാ ഹസാരയുടെ മൂവ്മെൻറ്റിന് അതുപോലൊക്കെ വെറുതെ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയായി പോവില്ലേ? അതെവിടെ എത്താണ്ട് അവസാനം RSSന് അടിയറവ് വെക്കില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പറയാറായിട്ടില്ല. സത്യമാണ്. ഈ ഒരു ചെറിയ പാർട്ടി വന്നിട്ട്, അല്ലെ പാർട്ടിയില്ല, അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, അതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് മാത്രം കേട്ടോ. അത് ആദ്യം നിങ്ങൾ ചിന്തിക്കണം. ഇതൊരു പാർട്ടി ആയിട്ടില്ല, ഇതുവരെ രജിസ്റ്റേർഡ് പാർട്ടിയല്ല.
വെറും ഒരു ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ കൂട്ടായ്മ മാത്രമാണിത്. അപ്പോൾ രാജ്യത്ത് എത്ര ആളുകൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെ 95% ഇന്ത്യക്കാരാകുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഓൾറെഡി 2 കോടി പിന്നിട്ട് പോകുന്ന ഇതിൻ്റെ 95% ഓൾമോസ്റ്റ് 2 കോടിയുടെ അടുത്ത് തന്നെ ആളുകൾ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആണ് ഇന്ത്യൻ സിസ്റ്റത്തിനെതിരെ. ഒരിക്കലും ഇവർ ഗവൺമെൻറ് താഴെ ഇറങ്ങണം, മോദി താഴെ ഇറങ്ങണം, മോദി അങ്ങനെയാണ് ഇതങ്ങനെ ഒന്നുമല്ല പറഞ്ഞത്. ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള 5 മാനിഫെസ്റ്റോ, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, 5 മാനിഫെസ്റ്റോ വളരെ ക്ലിയർ ആയിരുന്നു. ഈ മൊമെന്റ് ഉണ്ടാവാനുള്ള കാരണം തന്നെ വെറും നമ്മുടെ രാജ്യത്തെ സിസ്റ്റം കൊണ്ട് ജോലിയില്ലാതെ കൂലിയില്ലാണ്ട് കഴിയുന്ന ആളുകളെ വെറും കൂറകളാണ് വിളിച്ചിട്ട്, പാരസൈറ്റ്സ് ആണ്, കൂറകളാണ്, ഇവർക്കൊന്നും പണിയില്ല, അവർ വെറുതെ സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നു, ഇവർ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യകാന്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചീഫ് ജസ്റ്റിസിനെതിരെ ആണോ? അല്ല, അയാൾ പറഞ്ഞ പ്രസ്താവനക്കെതിരെയാണ് തുടങ്ങിയിട്ടുള്ളത്. 5 മാനിഫെസ്റ്റോ വളരെ ക്ലിയർ ആണ്. അതിൽ എവിടെയും രാജ്യദ്രോഹം വരുന്നില്ല. എന്തുകൊണ്ട് ഈ 5 മാനിഫെസ്റ്റോ രാജ്യദ്രോഹമായി ചിന്തിക്കുന്നത് BJP-ക്കാർ അല്ലെങ്കിൽ സംഘപരിവാരം എന്നുള്ളത് 5 മാനിഫെസ്റ്റോ നോക്കിയാൽ മനസ്സിലാവും. കാരണം ആദ്യത്തെ മാനിഫെസ്റ്റോ എന്താണ്? വിരമിച്ചതിന് ശേഷം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരെ രാജ്യസഭയിലേക്ക് അയക്കരുത്. കാരണം രാജ്യസഭാ സീറ്റ് കിട്ടുമെന്നും വിചാരിച്ചിട്ട് ഇവന്മാർ ചെയ്യുന്ന പരിപാടി എന്താണ്? BJP-ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കുന്ന അവസ്ഥ. അതായത് ഞങ്ങൾ നിങ്ങളെ MP ആക്കി തരും, നിങ്ങൾ അതുകൊണ്ട് നിയമ പരിരക്ഷ അല്ലെങ്കിൽ എന്താ പറയുക, ചീഫ് ജസ്റ്റിസുമാരായിട്ട് ഇരിക്കുമ്പം ഇതേപോലെ ദൈവം വന്നിട്ട് പ്രത്യക്ഷപ്പെട്ട് വിധി പറയിപ്പിക്കുക ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ. അങ്ങനെ എല്ലാ വിധികളും നിങ്ങൾ എടുത്ത് നോക്കിക്കേ. അതായത് രാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്ന അവസ്ഥയിലോട്ടുള്ള വിധിയെത്തും. അതുകൊണ്ട് ഇവന്മാരെ ഈ പരിപാടിക്ക് ഏൽപ്പിക്കരുത്. ഇത് ആർക്കെതിരെയാണ്? ഇത് BJP-ക്കെതിരെയാണ്, സംഘപരിവാരത്തിനെതിരെയാണ്, RSS-നെതിരെയാണ്. എങ്കിലല്ലേ ഇവന്മാർക്ക് ഇവിടെ ഏത് തോന്നിവാസം ചെയ്തു കഴിഞ്ഞാലും കോടതിയിൽ എത്തുമ്പോൾ കൂളായിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ മാലിട്ട് സ്വീകരിക്കേണ്ടി വരുന്നത്. അപ്പം ഇത് രാജ്യദ്രോഹമാകുന്നത് എങ്ങനെയാണ്? ഇത് സംഘപരിവാരത്തിന്റെ വാല് കട്ടുന്ന ടൈപ്പിലുള്ള ഒരു പരിപാടിയാണ്. അപ്പം ഇതൊരു രാജ്യദ്രോഹ കുറ്റമായിട്ട് അവർ കാണുന്നുണ്ട്. രണ്ടാമത്തത് എന്താണ്? വോട്ടുകൾ അന്യായമായിട്ട് റദ്ദാക്കുന്ന പരിപാടി. അത് SIR-ഉം കാര്യങ്ങളും വെച്ചിട്ട് തോന്നിയ പോലെ ആളുകളെ വോട്ട് കട്ട് ചെയ്യണം, വോട്ട് കൂട്ടിച്ചേർത്തിട്ട് ഈ സംഘപരിവാരത്തിന് ജയിക്കാനുള്ള കാര്യങ്ങൾ ഒപ്പിച്ചു കൊടുക്കുന്നു. ഇതാർക്കാണ്? സംഘപരിവാരത്തിന്റെ വാലിൻ്റെ മറ്റേറ്റവും കൂടെ കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബായിട്ട് വന്നു, അല്ലെങ്കിൽ പലതരം ബോംബുകളായിട്ട് വന്നു, പച്ചക്ക് പുറത്തോട്ട് സാധനങ്ങൾ കാണിച്ചു തന്നു. എങ്ങനെയാണ് വോട്ട് ചേർത്തത്? പുലർച്ചെ 4 മണിക്ക് ഓരോ 2 സെക്കൻഡിൽ വോട്ട് ചേർന്നുകൊണ്ടിരിക്കുക കർണാടകയിൽ. ഈ വോട്ട് ചേർന്നത് എവിടെ നിന്നാണ്? നോർത്തുനിന്ന്. ആ ചങ്ങായിക്ക് ഓരോ വോട്ട് ചേർത്തിന് 7000 രൂപ വെച്ച് കൊടുത്തു. അവനെ പിടിച്ചില്ലേ? എന്നിട്ട് വല്ലതും ഉണ്ടായോ? അവനെ കോടതിയിൽ ഹാജരാക്കി. എന്നിട്ട് അവന് വല്ലതും ഉണ്ടായോ? ആ ന്യൂസ് ആരെങ്കിലും കണ്ടോ? ഇല്ല, അതങ്ങ് അടിച്ചമർത്തി. അതാരാ അടിച്ചമർത്തത്? ഗോദി മീഡിയ. അവരോട് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ മാനിഫെസ്റ്റോയും ഏത് രീതിക്കാണ് BJP-ന്റെ സാധനം കട്ടി നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് ഇനി മൂന്നാമത്തത് എന്താണ്? സ്ത്രീകൾക്ക് സീറ്റുകൾ വർദ്ധിപ്പിക്കണം. അതായത് 50% സംവരണം സ്ത്രീകൾക്ക് കൊടുക്കണം. അതിനിവിടെ എന്താ പറയുക, ഈ മണ്ഡലങ്ങളെ പുനർക്രമീകരണവും കാര്യങ്ങളൊന്നും വേണ്ട. അതായത് 540 മണ്ഡലങ്ങൾ ഇന്ത്യയിൽ ലോക്സഭയിലുണ്ടെങ്കിൽ അത് 850 ആക്കി, ആ 300 എണ്ണം കൂടെ 300 എണ്ണത്തിൻ്റെ 80% നോർത്ത് ഇന്ത്യയിലാക്കി, അവിടുത്തെ കൂടെ സീറ്റ് എടുത്തിട്ട് സൗത്ത് ഇന്ത്യ വേണ്ട, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷം ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് ഭരിച്ച് മുട്ടിപ്പിക്കാം എന്ന് BJP പുറത്തോട്ട് കൊണ്ടുവന്നിട്ടുള്ള സീറ്റ് സംവരണം കൊടുക്കണം. അത് ഇപ്പോഴുള്ള 540 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ BJP-ന്റെ സകല വാണങ്ങളും മുഞ്ചിത്തെറ്റി വീട്ടിലിരിക്കും. അതുകൊണ്ട് അതും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ അതും BJP-ക്ക് അല്ലെങ്കിൽ സംഘപരിവാരത്തിന് എതിരായി. അതുകൊണ്ട് അതൊരു രാജ്യദ്രോഹ കുറ്റമായി. ഇവിടെ രാജ്യത്തിന്റെ നന്മയെ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല, BJP-ക്കെതിരെ സംസാരിച്ചാൽ അത് രാജ്യദ്രോഹമാണ്. ഇപ്പോൾ അങ്ങനെയാണ് കാര്യം. നാലാമത്തെ എന്താണ്? അംബാനി അദാനി ഗ്രൂപ്പുകളാണ് ഇന്ത്യയിലെ 90% ചാനലുകളും ഓൺ ചെയ്തിരിക്കുന്നത്. ബാക്കി 10% നമ്മുടെ നാട്ടിലെ അജയ് ചന്ദ്രശേഖരനെ പോലത്തെ അല്ലെങ്കിൽ അർണവ് ഗോസ്വാമിനെ പോലത്തെ സോ കോൾഡ് പക്കാ സംഘികൾ കയ്യിലുള്ള ചാനലുകൾ. അപ്പം ഈ പരിപാടികൾ നിർത്തണം. കോർപ്പറേറ്റുകൾക്ക് ചാനൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ചാനലുകളുടെ ഫണ്ട് അന്വേഷിക്കണം, ആ ചാനലുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ചെക്ക് ചെയ്യണം. നടക്കുമോ? ആ ഫണ്ടിൽ അല്ലെങ്കിൽ അദാനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അണ്ണൻ ലോകം ചുറ്റി പൈസ പിരിച്ചുകൊണ്ടിരിക്കുക. പൈസ പിരിച്ചിട്ട് വേണം 1.8 ലക്ഷം കോടി അങ്ങ് അമേരിക്കയെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നാലേ പുള്ളിക്ക് ഊരി പോരാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനത്തെ ചാനലുകൾ ബഹിഷ്കരിക്കണം, അത് മാറ്റണം, അതിന് പകരം ഇൻഡിപെൻഡന്റ് ചാനലുകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക രാജ്യദ്രോഹമല്ലേ? അദാനിക്കെതിരെ സംസാരിച്ച ഇവിടെ രാജ്യദ്രോഹമാണ്. ഇപ്പം മോദിജി വന്ന് ചന്തിക്കടിക്കാൻ്റെ അപ്പോൾ അതും രാജ്യദ്രോഹ കുറ്റമായി. പിന്നത്തെ എന്താണ്? തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി മാറുന്ന MLA-മാർ 20 വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തും. നടക്കുമോ? അതായത് ഓരോ ED-നെയും NIA-നെയും CBI-നെയും പോലീസിനെയൊക്കെ വെച്ചിട്ട് മറ്റ് എന്താ പറയുക പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് MLA-മാരെയും MP-മാരെയും വിലക്കെടുത്തിട്ടും കേസ് കൊടുത്തിട്ടും ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. അവന്മാരെ അല്ലെങ്കിൽ അവന്മാർക്ക് 20 വർഷത്തെ വിലക്ക് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മാറുമോ? പൈസ കൊടുക്കുക, 100 കോടി വെച്ചിട്ട് ഓരോ MP-മാർക്ക് കൊടുത്തിട്ട് ചടിപ്പിക്കുന്നത് നടക്കുമോ? ഇല്ല. അപ്പോൾ അത് രാജ്യദ്രോഹ കുറ്റമല്ലേ? ആണ്, രാജ്യദ്രോഹ കുറ്റമാണ്. ആ പറഞ്ഞ പരിപാടി നടക്കൂല. മറ്റേ രാഘവ് ചന്ദക്കൊക്കെ പിന്നെ നിൽക്കാൻ പറ്റുമോ? ചന്ദാമാമ പാടി നടക്കേണ്ടി വരൂലേ? അതാണ്. പൈസ കൊടുത്തും അല്ലെങ്കിൽ ഈടിനെ കണ്ട് പേടിപ്പിച്ചും ചാടിക്കുന്ന MLA-മാർക്ക് മത്സരിക്കാൻ പറ്റണം. പക്ഷെങ്കിലേ രാജ്യദ്രോഹം അല്ലാണ്ടിരിക്കുകയുള്ളൂ. അപ്പം ഈ 5 കാര്യങ്ങളിൽ ഇന്ത്യയിലെ ജൻസി ചിന്തിച്ചു, ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളല്ലേ? അതെ. BJP ചിന്തിച്ചു, ഇതെല്ലാം രാജ്യദ്രോഹ കുറ്റമല്ലേ? അതുകൊണ്ട് ഈ പാർട്ടിനെ അങ്ങ് ബാൻ ചെയ്യുക, അതല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റിനെ ബാൻ ചെയ്യുക. അപ്പോൾ ഇനി കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എന്താ പറയുക മുന്നോട്ടുള്ള ഇതെന്തായിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം
അത് തുടങ്ങിയ അഭിജിത്ത് എന്ന് പറഞ്ഞ ആൾക്ക് വധഭീഷണി ഉണ്ട്, അല്ലെങ്കിൽ ചാനൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ BJP പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ അയാളെ അപ്രോച്ച് ചെയ്യുന്നതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പുള്ളി പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. ചാനൽ തന്നെ രാജ്യദ്രോഹ കുറ്റമായിട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. രാജ്യദ്രോഹം അത് സംഘിദ്രോഹമായതുകൊണ്ട് രാജ്യദ്രോഹം മാറുന്ന നാട്ടിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണെങ്കിലും ആദ്യത്തെ BJPയുടെ ഏറ്റവും വലിയ കളവ് ഈ CJPനെ പറ്റി പറഞ്ഞത് പൊട്ടിപ്പൊളിഞ്ഞ് മുഞ്ചി തെറ്റിയ അവസ്ഥയിലപ്പം നിൽക്കുന്നത്. ഇനി പുതിയ വാർത്തകളും വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം.